പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നമസ്കാരം ശുശ്രൂഷയും കേൾക്കൊണ്ട് ഞങ്ങളുടെ മേലെ ഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, വിനിയോഗം നിങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യശക്തി മഹത്വം നീക്കണം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. ശ്രീതമ്പരാനമ്മേ, പാവള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞാൻ നമ്മുടെ സമയത്തും ബാറുഖുമോർ ശിബഹോല ബോലബ്രോല റൂഹോ കാദേശോ. ദൈവമായ കർത്താവേ, താൽക്കാലികമായ ജീവിതത്തിൽ നിന്ന് ഇപ്പോൾ വേർപെട്ട് ഈ വ്യർത്ഥലോകത്തിൽ യാത്രയായിരിക്കുന്നതായ ആത്മാവ് പുനരുദ്ധാന ദിവസം വരെ ആശ്വാസം സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് അങ്ങയുടെ വിശുദ്ധമാലാഖമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച മുഖപ്രസന്നതയോടെ അങ്ങ് എതിരേൽക്കുവാനും സംഗതിയാകണമേ. ആബോ ബറൂഹോ കാദിശോ ഹോശോ ഗുല സുബാൻ ലവൽമേ. പൂകട്ടൻ പ്രാർത്ഥന തിരുമുമ്പിൽ ഹാലേ ലൂയൗ ഹാലേ ലൂയാ ശ്രദ്ധിച്ചിടണമെൻ യാചനയെ. ലൂയൗ ഹാലേ ലൂയാ. തുണയറ്റൊരു നരനെ പോല ഞാൻ ബാറക്കുമോ. മെൻവോലം വാദാ മെൻവോലം വൽ. മൃതിയാർന്നോരേ, സൗഭാഗ്യം നിങ്ങൾക്കു ധാനത്തിൻ നാളിൽ ഉൾക്കൊണ്ടോരുയിരിന്തിരുമയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും വലഭാഗേ സ്തുമൻകാലോ. ഞങ്ങളുടെ മേലെങ്കിലും സദാ നേരം ഇടപെടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. ആത്മാക്കളുടെ സൃഷ്ടാവും ശരീരങ്ങളുടെ നിർമ്മിതാവും നിർമ്മിതമായവയുടെ ശരണവും സൃഷ്ടികളുടെ പ്രത്യാശയും കബറടക്കപ്പെട്ടവരുടെ പുനരുദ്ധാനവും മരിച്ചവരുടെ ഉയർപ്പും ദുഃഖിച്ചിരിക്കുന്നവരുടെ ആശ്വാസവും വിഷാദിച്ചിരിക്കുന്നവരുടെ ആഹ്ലാദവും വിലാപത്തിലിരിക്കുന്നവരുടെ സന്തോഷവും മനോവേദനയിൽ കഴിയിരിക്കുന്നവരുടെ ധൈര്യവുമായ കർത്താവിനെ സ്തുതി. തൻ്റെ ദാസിയുടെ മരണാന്തര ശുശ്രൂഷ നിർവഹിക്കുന്ന സമയത്തും സകല പെരുന്നാൾ നേരങ്ങളിലും കാലങ്ങളിലും ഉടയവനെ ഞങ്ങൾ ആയുസ്സോടിരിക്കുന്ന ആളൊക്കെയിലും സ്തുതിയും ബഹുമാന ആരാധന നിനക്ക് യോഗ്യമാകുന്നു. ആദ്യന്തമില്ലാത്ത തേജസ്സും മഹാകാരുണ്യവാനും സത്യവാനും മരണമില്ലായ്മയുടെ പ്രഭയും ജീവനും കൃപയും സകലത്തിൻ്റെയും സൃഷ്ടാവും ലോകത്തെയും അതിലെ അവസ്ഥാന്തരങ്ങളെയും ക്രമീകരിക്കുന്നതിനുമായി കർത്താവേ, നീ ഭയങ്കരനും നിന്റെ കൽപ്പനയിൽ മഹനീയനും ദീർഘക്ഷമയുള്ളവനും കാരുണ്യവാനും ആകുന്നു. യാതൊരു രഹസ്യവും നിന്റെ ദിവ്യദൃഷ്ടിക്ക് അഗോചരമല്ല. ആലോചനകളുടെ ആഴവും ഹൃദയ ചിന്തകളും തിരുസന്നിധിയിൽ പരസ്യമായി വെളിപ്പെട്ടിരിക്കുന്നു. നിന്റെ തീരുമാനങ്ങൾ അപരിമിതങ്ങളും നിന്റെ മാർഗങ്ങൾ ദുർഗ്രഹങ്ങളുമാകുന്നു. മരണത്തെ മായ്ച്ചു കളയുവാനും മനുഷ്യ സംഹാരകനുമായ മഹാസർപ്പത്തെ കൊല്ലുവാനുമായിട്ട് യേശുമശിഹ എന്ന നിന്റെ വത്സലപുത്രനെ ലോകത്തിലേക്ക് നീ അയക്കുകയും താൽപര്യമുള്ള സകലാത്മാക്കൾക്കും രക്ഷയും മരണമില്ലായ്മയും അവൻ പ്രസംഗിക്കുകയും ചെയ്തു. നിന്റെ കൽപ്പന പ്രകാരം ക്ലേശപൂർണമായി ലോകത്തിൽ നിന്ന് ശ്രേഷ്ഠവും അനശ്വരമായി ലോകത്തിലേക്ക് ഞങ്ങൾ അയക്കപ്പെടുന്നു. കർത്താവും ഇരു ലോകങ്ങൾക്കും അധികാരമുള്ളവനുമായുള്ളവേ, ഈ താൽക്കാലിക ജീവിതമാകുന്ന പരദേശവാസത്തിൽ നിന്ന് വേർപെട്ട യാത്രയായിരിക്കുന്ന നിന്റെ
ദാസിയുടെ സംസാര ശുശ്രൂഷയുടെ ഈ സമയത്ത് തിരുസന്ധിയിൽ ഞങ്ങൾ അപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. ഇവിടെ നിന്ന് യാത്രയാക്കി സ്വർഗീയ ഭവനങ്ങളിൽ വസിക്കുന്നവരായ സമാധാനമാലാകർമാലാകമാർ മൂലം ഇവരുടെ ആത്മാവിനെ നീ കൈക്കൊള്ളണമേ. കർത്താവേ, ദുഷ്ടാത്മാക്കളുടെ പിടിയിൽ നിന്നും ഇവരുടെ ആത്മാവിനെ രക്ഷിക്കണമേ. എതിരാളിയുടെ ബന്ധനത്തിൽ നിന്ന് അതിനെ വിടർത്തണമേ. തിരുനാമ ഭക്തരും തിരുവിഷ്ടമാചരിക്കുന്നവരുമായവരെയും ചുറ്റി നിൽക്കുന്നതുപോലെയുള്ള സേനകൾ ഇവൾക്കും ലഭിക്കുവാൻ ഇടയാകണമേ. നിന്റെ മനുഷ്യപ്രീതിയാൽ ഇവളുടെ പാപങ്ങൾ പൂർണ്ണമായി പരിഹരിക്കണമേ. ഇവളുടെ തെറ്റുകളെ നിന്റെ ദയാൽ പൂർണ്ണമായി ക്ഷമിക്കുകയും ചെയ്യണമേ. ഇവളുടെ യാത്രയ്ക്ക് നിന്റെ സഹായം പരസ്യമായി അയച്ചു കൊടുക്കണമേ. കൃപ പൂർണ്ണമായി അവലം കൈ നീട്ടി ഇവളെ കാത്ത് രക്ഷിക്കണമേ. രണ്ടാം മരണമാകുന്ന ചുഴിയിൽ നിന്ന് ഇവളെ ഉദ്ധരിച്ചു കൊള്ളണമേ. അദൃശ്യമായ നിന്റെ ശക്തിയാൽ ഇവളെ സഹായിക്കണമേ. പിശാചുകളുടെ ഭയങ്കരമായ അവളിവിടങ്ങളിൽ നിന്നും ഇവളെ രക്ഷിക്കണമേ. ഇവളുടെ പ്രമാണ ലംഘനങ്ങൾക്ക് തക്കതുപോലെ ഇവളെ നീ വിധിക്കരുതേ. തിരുസന്നിധിയിൽ സർവരും കുറ്റക്കാർ തന്നെയാകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളുടെ സ്വാഭാവികമായ ദുർബലതയിൽ കനിവ് തോന്നണമേ. ഞങ്ങളിൽ വിളിക്കപ്പെട്ടിരിക്കുന്നതായ തിരുനാമത്തെയും നിന്റെ മഹാകരുണയെ ഞങ്ങളിലും ഇവളിലും ഓർക്കണമേ. ഞങ്ങളുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ളതായ നിന്റെ ഏകപുത്രന്റെ കഷ്ടാനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കൃപയും കരുണയും ഇവളുടെ മേൽ ഉദിക്കുമാറാകണമേ. ഇവൾ വിശിഷ്ടജായ ജയമുള്ള സ്ലീബ, ഇവൾക്ക് വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിക്കുന്ന പ്രകാശസ്തംഭമായി ഭവിക്കുമാറാകണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാത്താൻ തൻ്റെ ദുഷ്ടമായ ആഗ്രഹം നിറവേറ്റാതെ ലജ്ജിച്ചു പോകാൻ ഇടയാൻ തക്കവണ്ണം നിന്റെ കരുണ ഇവളിൽ ഉണ്ടാകുമാറാകണമേ. കർത്താവേ, തിരുനാമ ഭക്തന്മാർക്കായുള്ള അനുഗ്രഹീത ഭവനങ്ങളിൽ എത്തിക്കുന്നതുവരെ ഈ നിന്റെ ദാസിക്ക് കോട്ടയും അഭയയാചനയും കാവലുകാരനും സഹായം ആയിരിക്കണമേ. അവിടെ അത്യന്തമില്ലാത്തതായ നിന്റെ മഹിമയിൽ ഇവൾ ആനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ മടിയിൽ വിശ്രമിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാൻ ഇവൾക്ക് സംഗതിയാകണമേ. കർത്താവേ, നിന്റെ ആരാധകരായ ഞങ്ങളെ എല്ലാവരെയും ഇവയ്ക്കെല്ലാം യോഗ്യരാക്കി തീർക്കണമേ. വെടിപ്പുള്ളതും ആനന്ദകരവുമായ പാപരഹിതമായ ജീവിതത്താൽ അന്ധകാരത്തിന്റെ ദുഷ്ടസേനകൾക്ക് വിധേയമാകത്തക്ക സമാധാനവാൽകുമാരായ നിര്യാണം ഞങ്ങളും അനുഭവിക്കുവാനിടയാകണമേ. കർത്താവേ, കരുണാദൃഷ്ടിയാൽ ഞങ്ങളെ കടാക്ഷിച്ച് വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ദുഃഖിച്ചിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുകയും മ്ലാനമതരായിരിക്കുന്നവർക്ക് മുഖപ്രസന്നത നൽകുകയും ചെയ്യണമേ. നിന്നെ സ്തുതിക്കുന്ന എല്ലാവർക്കും ഏത് സ്ഥാനത്തും അവനവന്റെ ആവശ്യമനുസരണം നീ ശരണവും പ്രത്യാശയുമായിരിക്കുന്നുകൊണ്ട് അവരുടെ മുഖത്തിൽ നിന്ന് കണ്ണുനീരും ദുഃഖവും നീക്കിക്കളയണമേ. ദൈവം തമ്പുരാനെ, നിന്റെ മെസ്സിഹായിലുള്ള പ്രത്യാശയിൽ മുൻകൂട്ടി നിന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടവരും ശ്രേഷ്ഠവും മഹനീയമായ അവിടുത്തെ പ്രത്യക്ഷതയും പ്രദേശിക്കൊണ്ട് ഇരിക്കുന്നവരുമായ ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും ഞങ്ങൾക്കെല്ലാവരെയും വഹിച്ചിരിക്കുന്ന നിന്റെ കൃപയാൽ ഭാഗ്യകരമായ ഭവനങ്ങളിൽ വിശുദ്ധന്മാരോടുകൂടിയുള്ള ആശ്വാസം നൽകണമേ. ആ പ്രത്യക്ഷതയെ ലജ്ജാരഹിതമായ പ്രസന്നത മുഖങ്ങളോടുകൂടെ എതിരേൽക്കുവാൻ ഞങ്ങളും കാത്തിരിക്കുന്ന കർത്താവെ, മുൻകൂട്ടി നിദ്ര പ്രാപിച്ചവരും ഇവിടെ അവശേഷിക്കുന്നവരുമായി രക്ഷിക്കുന്നവരും അവിടുത്തെ കർത്തൃത്വത്തിന്റെ ദാസന്മാരുമായ ഞങ്ങളെ എല്ലാവരെയും ആദിന്യമില്ലാത്ത നിന്റെ രാജ്യത്തിന്റെ വന്യവും ഗ്രഹണാതീതവുമായ നിന്റെ നാമത്തെയും നിന്റെ ഏകപുത്രനെയും നിന്റെ വിശുദ്ധ റൂഹായെയും സ്തുതിച്ച് പുകഴ്ത്തുവാൻ യോഗ്യരായി തീരണമേ. വേഗം വന്നെത്തിയിടേണോ നാഥാ നിന്റെ എൻ മുൻപിൽ. നിൻ ജീവാന്ത്യമടുക്കുമ്പോൾ എന്നാത്മാവിൻ കർമ്മങ്ങൾ പ്രതിദാനം നേടിയിടുമ്പോൾ തൂണയാകില്ലെന്നേട്ടങ്ങൾ. പൊന്നിനു വിലയില്ല വിടേങ്ങോ അങ്ങീശോയാൻ ദേവേശ് വീതിപീഠത്തിലിരിക്കുന്നു. ധാനികന് പുണ്യമതില്ലെങ്കിൽ ധാനമാലംബം നൽകിയിടില്ല. ദീനന് ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേകീട.
സത്തമനെ നരവത്സലനെ യാവിടന്മേൽ ദയതോ നേണമേ നദിച്ചിടുന്നേനെ മുറിയോറാഹിമേൽ ഇനുവതാറേ. ബർഖുമോർക്കാരനിവനദേവമായ കർത്താവെ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് ഈ സുഗന്ധധൂപം ഞങ്ങൾ അണയ്ക്കുകയും അങ്ങയുടെ കൽപ്പന പ്രകാരം ഇവിടെയുള്ള ജീവിതത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കുന്ന ആത്മാവിന് വേണ്ടി അങ്ങയുടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പിശാചുക്കളുടെ കഠിന ബന്ധത്തിൽ അന്തരീക്ഷവാസികളും അദൃശ്യരുമായ ശത്രുക്കൾ അദൃശ്യ ഗണത്തിൽ നിന്ന് ആത്മാവ് രക്ഷിക്കപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, ആത്മാവ് യാത്ര ചെയ്ത് അങ്ങയുടെ വിശുദ്ധമായ ആലയങ്ങളിലും ജീവനുള്ള പട്ടണങ്ങളിലും ചെന്ന് ചേരുവാനും സംഗതിയാക്കണമേ. ഞങ്ങളുള്ള അങ്ങയുടെ മഹാകരുണയാൽ സംഗതിയാക്കുകയും ചെയ്യണമേ. മോറൻ വാലോ ഹാൻ ലോൽമീ ശിഖരാജാവേ, ശോകം ക്ലേശം മൃദീവയേശാത്ത ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസാത്മാക്കൾക്ക് ആശ്വാസം മംഗളപൂർവം നൽകേണം. നാം ദൈവാത്മജരായിടാൻ വാഴ്ചയിലുപദേശിച്ചോര ജനകന്മാരെ കോർക്കേണോ. ദൈവതനുജൻ സ്വർഗത്തിൽ ആശ്വാസം പുണ്യാത്മാക്കൾക്കൊപ്പമവ നാഥാമൃദയാമി ദാസിക്കാശ്വാസം നൽക. ഓവുക സഹജാതേ നിരസിച്ചോളെ ആ രാജകുമാരെ പാർപ്പിക്കും. നീ വീട്ടാരെയോ സുതരെയും വേർപെട്ടെങ്കിൽ വാനവരുടെ നാട്ടിൽ നിന്നെ അവൻ നിവസിപ്പിക്കും. കൂട്ടായി നിൻ സ്ലീബ ഭീകരമാം കടവതിലാർന്നു പാഴിരുളിൻ സേന നിവഹത്തെ പായിക്കേട്ടെ. സ്ലീബ താക്കോല പറുദീസിൻ വാതിലിലേറി ആനന്ദത്താൽ ഞാൻ നിൻ കൃപയെ വാഴ്ത്തിയിടട്ടെ. സ്ലീഹായുടെ സ്ത്രീ നമ്മുടെ വേദന അനുഗ്രഹങ്ങൾ നേട്ടുണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവിൽ ജീവനോട് ശേഷിക്കുന്നതായി നമുക്ക് കർത്താവിന്റെ വചനം കൊണ്ട് തന്നെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവ് പ്രധാനമായ ശബ്ദം ദൈവത്തിന്റെ കാഹളധ്വനി ഇവയോടുകൂടി സർവ്വത്തിൽ നിറങ്ങി വരും. അപ്പോൾ മിശിഹായിൽ ഉൾപ്പെട്ടവരായ മരിച്ചവരാദ്യമേ ഉത്ഥാനം ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്നതായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എതിരേൽക്കാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയല്ല ഇപ്പോൾ നാം നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതിയും ചെയ്യും. ആകയാൽ ഈ വിഷയങ്ങളിൽ പരസ്പരം ആശിച്ചുകൊള്ളി. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രീതിപ്പെട്ടിടണമേ അടിയാനിൽ ഏറും നിൻ കൃപയാൽ ഇവളെ രക്ഷിക്കാം. ഹല്ലേലൂയ. Barkhumol Slomol Kulko Evangelion Gadishu the Marane Shimishiho Korusus Mahunius in Matthias Liho Mahasun the Mare Sai Frugo Level Mo
Zbnohokil nam dobronos moran malohan furukudilan ishimshiho. Melsuda hayalo hades bazam shulda kadiso moryam. Barak mor holin deno kanakova. വീണ്ടും സ്വർഗരാജ്യ മണവാളിന്റെയും മണവാട്ടിയുടെ എതിരേൽപ്പിനായിട്ട് ദീപേക്ഷകൾ എടുത്തുകൊണ്ട് പുറപ്പെട്ടവരായ 10 കന്യകമാർക്ക് സദൃശ്യമായിരിക്കും. അവരിൽ 5 പേർ ബുദ്ധിമതികളും 5 പേർ ബുദ്ധിഹീനകളുമായിരുന്നു. ബുദ്ധിഹീനകൾ തങ്ങളുടെ ദീപേക്ഷകൾ എടുത്തു, എണ്ണ കൂടെ എടുത്തില്ല. ആ ബുദ്ധിമതികളാട്ടെ തങ്ങളുടെ ദീപേക്ഷകളുടെ പാത്രത്തിൽ എണ്ണ എടുത്തു. മണവാളൻ താമസിച്ചുകൊണ്ട് അവർ എല്ലാവരും മന്ദിച്ചുറങ്ങി. അർദ്ധരാത്രിക്ക് മണവാളൻ വരുന്നു, അവന്റെ എതിരേൽപ്പിനെ പുറപ്പെടുവിനെന്ന് വിളിച്ചു പറയുകയുണ്ടായി. അപ്പോൾ ആ കന്യകമാർ എല്ലാവരും എഴുന്നേറ്റ് ഞങ്ങളുടെ ദീപകക്ഷകളെ തെളിയിച്ചു. ആ ബുദ്ധിമതികളോട്, ഇതാ ഞങ്ങളുടെ ദീപകക്ഷികൾ കെട്ടുപോയത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ നിന്ന് കുറെ ഞങ്ങൾക്കും തരിക എന്ന് പറഞ്ഞു. ആ ബുദ്ധിമതികൾ മറുപടിയായിട്ട്, നിങ്ങൾക്ക് മതിയാകാതെ വന്നേക്കാം, നിങ്ങൾ കച്ചവടക്കാരുടെ അടുക്കൽ പോയി വാങ്ങുവീൻ എന്ന് പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ വിരുന്നുശാലയെ പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. ഒടുക്ക മറ്റേ കന്യക വന്ന്, പ്രഭോ, ഞങ്ങൾക്കും വാതിൽ തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അവൻ ഉത്തരമായിട്ട് അവരോട്, നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആയതുകൊണ്ട് ആ ദിവസത്തെയും ആ സമയത്തെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതിനാൽ ജാഗ്രതയായിരിപ്പീ. മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാഥം വിശ്വാതമ്പുരാനെ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയ്ക്കായി വാദിച്ചുകൊണ്ടിരിക്കുന്നതിനുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവും അവർക്ക് നൽകപ്പെടുവാനുമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. 3 പ്രാവശ്യം കുരിയലായിസോൻ എന്ന് ഏറ്റുകൊല്ലണം. എത്രയും ബഹുമാനപ്പെട്ട മാത്യു സച്ചൻ, പ്രധാന അനുഗ്രഹിക്കപ്പെട്ടവരെ, ഈ മാതാവിന്റെ വേർപാടിൽ ഇന്നുവരെയും പ്രാർത്ഥനയോടുകൂടിയായിരുന്നു എല്ലാവരും നന്ദിയോടെ ഓർക്കുന്നു. ദേവാലയത്തിലുള്ള ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണെങ്കിലും ഇങ്ങനൊരു സാഹചര്യം നമുക്ക് ലഭിക്കുവാൻ ഇടയായതിലേറെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇവിടുത്തെ സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് കോവിഡിൻ്റെ ഒക്കെ പ്രോട്ടോക്കോളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഷാർജയിലേക്ക് കൊണ്ടുപോകാനുള്ള സാഹചര്യമൊക്കെ ഇല്ല. എന്നാൽ ഈ ദേവാലയം നമുക്കായിട്ട് അതിന് ഒരുക്കപ്പെട്ടു. അതിന് സാഹചര്യം ഒരുക്കി തന്നതായ ബഹുമാനപ്പെട്ട മാത്യു സച്ചിനോടും ഈ ഇടവകയുടെ എല്ലാ ഭാരവാഹികളോടുള്ള നന്ദി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുകയാണ്. അപ്പോൾ ധൂപപ്രാർത്ഥനയെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് സെമിട്രിയിലേക്ക് നമുക്ക് പോകാം. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ ശരണത്താലെ നിൻ കൃപയിൽ രക്ഷകനെ നിൻ ഗാത്രത്തെ ഭക്ഷിച്ചും നീ മധുരായോരേ നാശം നീ കണിയേണം. മധുര ജീവിപ്പിപ്പാനെഴുന്നള്ളും രാജ മുകിലഴകിന്മേലാഘോഷിതനായി നയവാൻമാർ തൻ മുൻകൊമ്പിൽ നാദം കേട്ടേട്ടങ്ങിയണി പോയിടുന്നു. മുറിയോറാഹെ മേലേനുവാദ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ബ്രാൻഡേ സാക്കിന്റെ യാക്കോന്യമണിലവരെ പാർപ്പിക്കണമേ. വാഴ്ത്തപ്പെട്ടവനാമസരിക്കുന്ന ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ചു പറയുമാറാണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്താമിച്ചിയുടെ ഒരുപാട് ഇതായിരിക്കുന്ന സജീവങ്ങളും കുടുംബവും എല്ലാം പ്രിയപ്പെട്ടവരും. ഒരുപാടെന്ന് പറയുന്നത് ദൈവത്തിന്റെ പദ്ധതിയായി ലോകത്തിലെത്തിയത് നിങ്ങളുടെ തന്നതായ ആയുസ്സും ആരോഗ്യവും പൂർത്തീകരിച്ച് നിത്യത്തിലേക്ക്
വീട്ടമ്മച്ചി വാങ്ങിപ്പോരി അമ്മച്ചിയുടെ ആത്മാവിന് നിത്യമായ ശാന്തി കൊടുക്കട്ടെ. മക്കൾക്കും എല്ലാവർക്കും ഒക്കെയും നല്ല മാതൃക കാണിച്ചു വെച്ച് അമ്മച്ചിയുടെ ആയുസ് പൂർത്തീകരിച്ച് പരസ്യലി പറഞ്ഞതുപോലെ ഓട്ടം തികച്ചിരിക്കുകയാണ്. അമ്മച്ചിയുടെ നല്ലൊരു മരണം തമ്പുരാൻ കൊടുത്തു. നമുക്കും ദൈവം തമ്പുരാൻ നിശ്ചയിച്ചിരിക്കുന്ന ആയുസ് നമുക്ക് സ്ഥിരതയോടുകൂടി പൂർത്തീകരിക്കാനിടയായി തീരട്ടെ. പ്രത്യേകിച്ച് ദുബായ് മാർഗനാഥസ് പള്ളിയുടെ പേരിലുള്ളതായ എല്ലാ ആത്മീയ സംഘങ്ങളുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും പേരിലുള്ളതായ അനുശോചനം അമ്മച്ചിയുടെ കുടുംബത്തിനും എല്ലാവർക്കും നേരുന്നു. ഇതിന് നേതൃത്വം നൽകിയതായ തോമസ് അഞ്ചനും ഒക്കെയും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. ഇങ്ങനെയൊരു പെർമിഷൻ തന്നതായ പോലീസ് ഡിപ്പാർട്ട്മെന്റ്, മുനിസിപ്പാലിറ്റി, CDA അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കരുണ നിറഞ്ഞവനേ, നിന്നുടെ സൃഷ്ടിയെ നിന്നിൽ ശരണത്താ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും നിന്നുടെ സൃഷ്ടിയെ നീ
15 പേര് വെച്ചേക്കാറ് 10 പേര് വെച്ചേക്കാറ് കേട്ടോ.
Can you say something? Yeah? Can you hear me? Okay. All right. Hi, everyone. We will be speaking on behalf of Amachi's grandchildren and family. Ashwin, who is in Calcutta, Siddharth in Canada, Karun in Atlanta, and we are especially missing Amachi's second daughter, Anu Abraham, and Mike Kunyamachi, who could not travel to be here with us due to COVID. My name is Shia Thomas. I'm Amachi's only granddaughter, and I like to say that I'm her favorite grandchild. My name is Dan Kurian and I'm Amachi's youngest grandchild. We've heard so many stories about Amachi since when she was young. For example, how she would wear a pavada and blouse to go to college with her friends. Amachi moved to Calcutta after she got married, and she had 3 beautiful children there. Unfortunately, her husband passed away when she was at the young age of 42. But Amachi stayed strong and she worked hard and she raised her 3 girls all by herself and she instilled her strong values in them. Amachi was a maths teacher until she retired. Then she became my maths tutor. She was really passionate about teaching and she would stay up past midnight marking and creating question papers for me. Amachi was a really intellectual lady. She loved conversations about science and the modern world. I still remember when COVID first started, she would write down the COVID cases, daily COVID cases on a piece of paper. And over time, she had so many sheets of paper that we had to give her a notebook so that she could track the trends in COVID and see how everything was going. Amachi always followed a strict routine. She started her day off with reading the newspaper and always made sure to exercise and take her medications. But most importantly, she was a devout Christian and she made sure to pray every single day of her life. Amachi would love to see all of our shopping. When I was a young girl, and even till a few months ago, anytime I went shopping and I brought back clothes, I would try it on and give Amachi a fashion show, and she would be scandalized by my low backs and crazy outfits. But she would call me Vattashia, and I would call her Vattamachi, but I know that she would love to see that. So to honor her love for clothes and style, Kumana, Mom, and I are actually wearing some of her saris, her favorite saris today. So Amachi would have loved to attend my wedding, and as her only granddaughter, I was the only opportunity for her to get a kacha sari. She would always tell me very excitedly that she had neoldu anikonda kacha gittan. And so the sari that she's wearing is a kacha sari that she would have gotten at my wedding. And I'm just happy that she got to meet Karun and his family. The day that they came, she was very excited and she was actually wearing the sari that I'm wearing the first time she met Karun. So I'm happy that at least she got to meet him, even though she won't be physically in person at our wedding. Amachi, we know you will always be there in spirit looking down upon us and smiling. We will miss you so much and you will always be in our hearts. As Mitch Albom said, life has to end but love doesn't, and Amachi, we love you so much. Thank you everyone who has come and thank you for those of you who are attending virtually. We will continue with the prayers now and you may continue to bid farewell to our Amachi. Just please remember to keep in mind COVID regulations and continue to social distance. Thank you.
നിദ്രയിൽ വർദ്ധിക്കുന്നു. സൗഭാഗ്യമുള്ള ആത്മാജീവൻ കഷ്ടതയിൽ വർദ്ധിക്കുന്നു. ജീവനത്തിൽ വമ്പു വേണ്ട, കാഴ്ചയുടെ ശോഭ വേണ്ട, കൂടാരത്തിൽ മുടി പോലെ കുരിശിൻമേലം മാത്രം മതി. കൂടാരത്തിൽ മുടി പോലെ കുരിശിൻമേലം മാത്രം മതി. ഉള്ളിലെനിക്കെന്തു സുഖം, തേജസ്സേറും കരുവുകൾ കൂടാരത്തിനകത്തുണ്ട്. ശൈത്യനായുമുണ്ടാവില്ലേ, കൂടാരത്തിനകത്തുണ്ട്. ശൈത്യനായുമുണ്ടാവില്ലേ. ഭക്തന്മാരാം സഹോദരർ വിളങ്ങുവാൻ കൂടെയുണ്ട്. പ്രാർത്ഥനയും ധൂപമുണ്ട്. മേശമേലപ്പമുണ്ട്. പ്രാർത്ഥനയും ധൂപമുണ്ട്. മേശമേലപ്പമുണ്ട്. പ്രാകാരത്തിലെന്റെ മുന്നിൽ യേശുവിനെ കാണുന്നു ഞാൻ. പ്രാകാരത്തിലെന്റെ മുന്നിൽ യേശുവിനെ കാണുന്നു ഞാൻ. യാഗപീഠമാവനത്രേ എന്നും എന്റെ രക്ഷയവൻ. യാഗപീഠമാവനത്രേ എന്നും എന്റെ രക്ഷയവൻ. ദിനം തോറും പുതുക്കുന്ന ശക്തി എന്നിൽ പകരുവാൻ രക്ഷിട്ടുള്ള തൊട്ടിയുമുണ്ട്. സ്വച്ഛജലം രക്ഷിട്ടുള്ള തൊട്ടിയുമുണ്ട്. ലോകത്തെ ഞാനോർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. ലോകത്തെ ഞാനോർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ ഉള്ളൂ. എപ്പോഴെന്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേ ഉള്ളൂ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ആയിരം സംവത്സരത്തിന്റെ ദൃഷ്ടി ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒറ്റിക്കളയുന്നു. അവർ ഒറ്റം പോലെ അത്രേ. അവർ രാവിലെ മുളച്ചു വീണ പുല്ല് പോലെയാകുന്നു. അവർ രാവിലെ തളച്ചു വളരുന്നു, വൈകുന്നേരം അത്
പാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്തിൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചു പോകുന്നു. നീ ഞങ്ങളുടെ അകത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളത്തിൽ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ, അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടാത്തവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവൻ ആര്? ഞങ്ങളുടെ ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം, അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദൈവം തൃപ്തിയാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലം ഞങ്ങൾ പോഷിച്ചാലും നീ ഞങ്ങളെ പ്രേക്ഷിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്കും അവരുടെ മക്കൾക്കും എടുക്കുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ പ്രസാദം ഞങ്ങളുടെ മേടിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കിക്കണമേ. അതേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി കൊടുക്കണമേ. Amen.
കാണാനായി ദൈവദൂതർ വരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വീണ്ടും പോലെ യാത്രയ്ക്കായി പുതുശക്തി തരുന്നു. വേദത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാണുകയില്ല, ബന്ധപ്പെട്ടോടിരുന്നു. എൻ സ്വദേശം കാണുകയില്ല, ബന്ധപ്പെട്ടോടിരുന്നു. ദൈവമക്കൾക്കുള്ള ആശ്രയമേ, പരിഹസിക്കും സ്വർഗ്ഗത്തിരുവീതിയെ. അതികുറുകാരനും ഞാൻ ചേർന്നിടുന്നു. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. ഉള്ള 12 ഗോപുരമേ, തവ മഹത്വം കണ്ടിന്ന് ഞാനന്ദിപ്പാൻ മമ കൈകൾ പാരം കൊതിച്ചിരുന്നേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. അന്ധതയില്ല നാട്, ദൈവ തേജസ്സിൽ മിന്നും വീട്. തവ വിളക്കാം ദൈവത്തിൻ കുഞ്ഞാടിനെ, അളവന്യേ പാടി സ്തുതിച്ചിടും ഞാൻ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. കഷ്ടതയില്ല നാട്, ദൈവഭക്തരിൽ വിശ്രാമമേ. പുകഴെഴുതും പുത്തനെരുശലേമേ, തിരുമാർഗ്ഗിൽ നിന്നും ഞാൻ ചാരിയിടുമേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേ. എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നു ഞാൻ ചേർന്നിടുമോ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ശുശ്രൂഷയുടെ അവസാന ഭാഗം ഉൾപ്പെടുകയാണ്. കോഴിക്കോട് ചാപ്പലിൽ പ്രത്യേകിച്ച് ഈ ഒരു രാജ്യത്ത് ഈ മാതാവിൻ്റെ വേർപാട് സംഭവിച്ചെങ്കിലും ഏറ്റവും ഭാഗ്യകരമായ ഒരു സംസ്കാര ശുശ്രൂഷ ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ദൈവത്തെ ഓർക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുകയാണ്. കാരണം സഭയുടെ പാരമ്പര്യമനുസരിച്ച് 4 ക്രമങ്ങളുണ്ട്. ആ 4 ക്രമങ്ങളും നടത്തുവാനും അവസാനത്തെ ദേവാലയത്തിൽ വെച്ചുള്ളതായ ആ ശുശ്രൂഷ നടത്തുവാനും ഇടയായി എന്നുള്ളത്
ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അത് പ്രത്യേകിച്ച് ദുബൈയിലുള്ളതായ യാക്കോബായ പള്ളി അതിനുള്ളതായ സൗകര്യം ഒരുക്കി തന്നു. അവരോടുള്ളതായ നന്ദി പ്രത്യേകം ഈ സമയത്ത് ഓർക്കുകയാണ്. ഇനി അവസാനത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് മൃതശരീരം സംസ്കരിക്കുന്നതിന് മുമ്പുള്ളതായ അവസാനത്തെ പ്രാർത്ഥനകൾ മാത്രമേ നടത്തുവാനുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഈ മാതാവിന് ലഭിച്ചത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഭാഗ്യകരമായ ഒരു മരണമാണ് ലഭിച്ചത്. ഭക്തരുടെ മരണമെന്ന് പറയുന്നത് ഒരു ഉറക്കം പോലെയാണ്. പ്രായമായി രോഗത്തിൻ്റെ അവസ്ഥയൊക്കെ ഉണ്ടായുവെങ്കിലും മക്കൾക്കൊക്കെ നല്ല രീതിയിൽ പരിചരിക്കുവാൻ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ പൊന്നുപോലെ നോക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് സന്തോഷമാണ്. അത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. മാതാപിതാക്കന്മാരെ അവരുടെ വാർദ്ധക്യത്തിൽ പരിചരിക്കാൻ ലഭിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അത് മക്കൾക്ക് ലഭിച്ചു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. കൽക്കട്ടയിലുള്ളതായ മകൾക്ക് വരുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഈ രോഗാവസ്ഥയിൽ വന്ന് പരിചരിക്കുവാനും കൂടെ ആയിരിക്കാനും ഒക്കെ ദൈവം ഇടയാക്കി. കൂടെ ഉണ്ടായിരുന്നതായ സൈജാനും ചേച്ചിയും അതേപോലെ ഷിബിജാനും കുടുംബത്തിനുമൊക്കെ ഈ നാളുകളിൽ മാതാവിനെ നല്ല രീതിയിൽ പരിചരിക്കുവാൻ ദൈവം കൊടുത്തൊരു ഭാഗ്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസാനമല്ല. കാരണം സുറിയാനി സഭ പറയുന്നത് നമ്മൾ ഇവരെ വിളിക്കുന്ന ഡിപ്പാർട്ടഡ് ബിലീവേഴ്സാണ്. ഇറ്റ്സ് ഓൺലി എ ട്രാൻസിഷൻ ആൻഡ് എ ട്രാൻസ്ഫോർമേഷൻ. ഇതൊരു കംപ്ലീറ്റ് ഒരു എൻഡ് അല്ല. കാരണം കർത്താവ് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നും ജീവിക്കും. ഈ അമ്മച്ചി ഈ ലോകത്തിൽ നിന്ന് വേർപെടുന്നതിന് 2 മണിക്കൂർ മുമ്പേ ഭവനത്തിൽ ചെല്ലുവാനും പ്രാർത്ഥിക്കുവാനും കഴിഞ്ഞു. അന്നും ഈ മാതാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, ഇന്നും പ്രാർത്ഥിക്കുകയാണ്. കാരണം മാമോദീസായിലൂടെ ക്രിസ്തുവിനെ ധരിച്ചവർക്ക് മരണമില്ല. മരണം പാപമാണ്. എന്നാൽ ഈ മാതാവിന് ഒരു വേർപാട് മാത്രമാണ്. ഇറ്റ്സ് ഓൺലി എ ട്രാൻസിഷൻ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പം അതുകൊണ്ട് ദൈവസന്നിധിയിലാണ് ഈ മാതാവ് നിൽക്കുന്നത്. അമ്മ അവസാനം നമ്മളോടൊക്കെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണം. അത് മാത്രമേ ഇനി നമുക്ക് ചെയ്യുവാനുള്ളൂ. അമ്മയ്ക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രാർത്ഥനയിൽ കൂട്ടായിരിക്കട്ടെ. കാരണം കർത്താവ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. മറുരൂപ മലയിൽ യാക്കോബും യോഹന്നാനും പത്രോസും ഒക്കെ ദർശിക്കുകയാണ് മോശെ ഏലിയാവിനെ. അവർ ശരീരം കൊണ്ട് വേർപെട്ടവരാണ്, എന്നാൽ അവർ ദൈവസന്നിധിയിൽ സജീവരാണ്. വാങ്ങിപ്പോകുന്നവരൊക്കെ ദൈവത്തെ സന്നിധിയിലാണ്. അവർ ദൈവസന്നിധി പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വാങ്ങിപ്പോയവരെ ഓർക്കാതെ അവർക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുകയും അവരുടെ ഫെലോഷിപ്പിലാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. നമ്മൾ അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളിൽ തുടർന്നും ഈ അമ്മയെ ഓർക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ വിശ്വാസത്തിൽ പൂർണ്ണതയിൽ ആയിരിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവമേ പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ സമയത്ത് UAE-യിലുള്ളതായ പ്രത്യേകിച്ച് നമ്മുടെ ദുബൈ സെൻറ്റ് ജോർജ് കാനായ പള്ളിയുടെ വികാരി അച്ഛൻ ക്രിസ്റ്റോ അച്ഛൻ പ്രത്യേക കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛന് ഇവിടെ വരുവാൻ സാധിക്കാത്തതായ സാഹചര്യം നമുക്കറിയാം. ആ ദേവാലയത്തിൻ്റെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ അവരൊക്കെ അനുശോചനം രേഖപ്പെടുത്തി. ഒപ്പം തന്നെ വനിതാ സമാജത്തിൻ്റെ സൺഡേ സ്കൂളിൻ്റെ കൂടാതെ ഷാർജ സെൻറ്റ് മേരീസ് കാനായ പള്ളിയുടെ ഭാരവാഹികളുടെ കണുവന്നിട്ടുണ്ട്. യൂത്തിൻ്റെ നാമത്തിലൊക്കെ അനുശോചനം രേഖപ്പെടുത്തി അവരെയൊക്കെ ഓർക്കുന്നു. ദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അവസാനത്തെ പ്രാർത്ഥന ഇവിടെ വെച്ചുള്ളത് നടത്താം. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധ വിവരങ്ങളിൽ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ഞങ്ങളെ രക്ഷിച്ചോളണമേ. എന്നാൽ രാജ്യശക്തി മഹത്വവും നിനക്കുള്ളാകുന്നു. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം.
ശുദ്ധോളവിന്യാസേ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നെ ഞങ്ങൾ അഭയം പ്രാപിച്ചുകൊണ്ട് കർത്തൃകൽപ്പന പ്രകാരം ഇത് പ്രാപിച്ചിരിക്കുന്നത് ആത്മാവിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാര വലകൾ അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്ന് മകളെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂടെ രക്ഷാശാന്തി നേരുവാനും അങ്ങയുടെ വിശുദ്ധന്മാരോട് ഒന്നിച്ച് അങ്ങേ ആരാധിപ്പാൻ മകൾക്ക് സംഗതിയാകണമേ. ആബു അബ്രൂഹോ കാദിശോ ഹോശോ അബ്ഗുല സുബാൻ ലോൽമേ. പ്രാർത്ഥിപ്പിൻ പ്രിയരേൻ ബേക്കെല്ലായ്പ്പോഴും എന്നെ ഓർപ്പേ. ഞാൻ മൃതിയാൽ വേർപെട്ടേനെ, പാപത്തെ ഓർത്തഞ്ചുന്നേ. ഈ പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻകൂരേരുളിൻ സംരക്ഷ. പുണ്യം ചെയ്തോളാം ദാസി ശ്ലോമോ നൽകാൻ വന്നീടോ. ഈറേന്മാർ പറുദീസായിൽ നിർമ്മലമാം നിന്നാത്മത്തെ പുകിക്കും സന്തോഷിക്കും ധാർമ്മികരോ കൊന്നീവാ. ദേവേശായൻ മാർഗത്തിൽ കൂട്ടായി നീ നാസ്ലീബായ എൻ ജീവൻ കാത്തിടേണോ. കർത്താവേ, ന്യായ തീർപ്പിൽ സ്കീപാമേൻ മോഷ്ടാവേ പോലൻപാലെ നേ വാഴ്ത്തേണം. റാഹേൽ മരണമടഞ്ഞപ്പോൾ യാക്കോബാവളെ സംസ്കാരോ ചെയ്തധികം ഖേദം പൂണ്ടോ. ഈ മൃതിയെ പ്രതി കേഴേണ്ട, ജീവൻ നൽകും അവൾക്കുള്ളിൽ സ്ഥിതമാം തീരുമേ രക്തങ്ങൾ. മുഖം വിശ്വാസപ്പെട്ടാൻ കൂടണേ. അല്ല, ചുമനം കൊടുത്തു. ഓക്കെ, നിങ്ങൾ രണ്ടുകൂടെ ഇല്ല, പ്രാർത്ഥിക്കാം. തന്റെ ദൈവിക കൽപ്പനയാലും കർത്തൃപ്രകാരം ഈ ദാസിയെ താൽക്കാലിക ജീവിതത്തിൽ നിന്ന് യാത്രയാക്കിയ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിൽ നിന്ന് സ്വർഗീയ സേനകളുടെ സഹായം ഈ ദാസിക്ക് അയച്ചു കൊടുക്കണമേ. ഇവളുടെ മൃതശരീരത്തെ വീഴപ്പെടുന്നതായി തൈല മുഖാന്തരം ആയാറിൽ പതിയിരുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യങ്ങളിൽ നിന്ന്, ശത്രുവിന്റെ പാളയത്തിൽ നിന്നും ഇവൾ വഴി രക്ഷപ്പെടുമാറാകണമേ. പ്രകാശ ഭവനങ്ങളിൽ വിശുദ്ധന്മാരുടെ കൂടിയുള്ള ആനന്ദത്തിലേക്ക് ഇവളെ ആനയിക്കുകയും ചെയ്യണമേ. ഇവൾ സന്തോഷത്തോടെ ആനന്ദത്തോടെ അങ്ങേക്കും പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്ഗുല സുബാൻ ലോൽമേ. പ്രയത്നങ്ങളിലുള്ള വിശ്രമങ്ങളിലും യുദ്ധത്തിനുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരോട് കൂടിയുള്ള ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധരൂഹായുടെ നാമത്തിൽ ഈ തൈലം ഒഴിക്കപ്പെടുന്നു. ഖബറിൽ പൂകിടം അതിവീരൻ തന്നധികാരം ചെയ്യും. വിസ്മയം ആശ്ചര്യം കൂറും ദൂതന്മാർ ചേരും. ചിതറിയൊരല്ലഖിലം നേടും തേജസ്വാത്മാവൊടുതനുവും നാശം കൂടാതുയിരേൽക്കും. സ്തുത്യൻ മാർത്താമറിയം തൻ സോദരനാകും ലാവോസ ചിഞ്ഞെന്നാലും ജീവൻ കൽപ്പിച്ചൊണ്ണീജൻ. അപ്പോൾ യായേറോ
സുതജീവിച്ച മൃതരന്ത്യത്തിൽ ജീവിക്കും നിന്നാഹ്വാനത്തിൽ. മനുഷ്യ, നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുന്നതിൽ ചെയ്ത പ്രകാരം ഇതാ തിരുവിഷ്ടം ഈ ദാസിയിൽ നിറവേറിയിരിക്കുന്നു. ബസ്മോദാബോ ഉദാബ്രോ വദ്രുഹായ കാദിശഹായ ദൽവോലം വൽമീ. നിങ്ങളിൽ നിന്ന് പ്രിയരെ പിരിയുന്നേൻ, സ്വീകരണം ഞാൻ നേടാൻ ശ്ലോമോ നൽകി ശ്ലോമോയോട് പോവേൻ. ഇനി എന്നേക്കും ശ്ലോമോ. മൃതിയെ കഷ്ടം സാത്താനെ കഷ്ടം, നിങ്ങളുടെ ഭരണം ശിഖമായിക്കും. സഭയും സുതരും പിതൃസുതറുഹായ സ്തുതിഗീതത്തോടൊത്തു ഇരുലോകത്തും മേവും ഞാൻ കൃപ തോന്നണമേ. മേലെങ്ങോ നീ കണ്ടെന്നെ ഞാനില്ലാകെ കൃപ തോന്നണമേ. ഞാനുള്ളപ്പോൾ എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹാൽ നീയുരകിൽ പാഴാകാൻ ഞാൻ. സ്വസ്നേഹിതരാം സഹദന്മാരെ മുടി ചൂടിച്ച നീതി പ്രിയനെ, ഈ ദാസിയ നീ കന്യകളെ പോൽ ചൂടാഭരണം ചൂടിക്കേണോ. എന്നേക്കും സ്തുതിദാതനോ നദിനന്ദനനും മൃഗോദിശ. ആദ്രതയാൽ നാഥദേവ ദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ വലമായി വളെ. നേട്ടത്തെ നേട്ടക്കാർക്കും വീടിനെ വാഴ്വർക്കും വീട്ട്. ദേവേശ എൻ മാർഗത്തിൽ നീ കൂട്ടായി നിന്നിടേണോ. ഓർക്കന്നെ ശിഹാമന നീ ഘോഷം വന്നിടുമ്പോ ഈ ആത്മാവിനാശ്വാസം ധർമ്മിഷ്ഠർക്കൊപ്പം നൽക. ആദ്രതയാൽ നാഥദേവ ദാസിക്കേ ഗണമേ പുണ്യം. നിൻ മഹിമോദേ നാൾ തന്നിൽ നിർത്തണമേ വലമായി. മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ ബലഹീനരും മൺമേരുമായി ഞങ്ങൾ സ്തുതിക്കുന്നു. എല്ലാ കാലത്തും എല്ലാ സമയത്തും ഉയരങ്ങൾ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സമാധാനം. നിരപ്പും മനുഷ്യമകൾ നല്ല ശരണം ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ നിന്നെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും സ്തുതിയുടെ ശബ്ദത്തിന് കരയറ്റുകയും ചെയ്തു. സർവശക്തിയിലെ പിതാവും സ്വർഗാധിപതിയും സൃഷ്ടാവുമായിരിക്കും ദൈവമായ കർത്താവേ, നിന്നെയും യേശുമിശിഹായോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പിതാവിന്റെ പുത്രനും വചനം ലോകത്തിന്റെ പാപത്തെ വഹിക്കുന്നതിനും വഹിച്ചനുമായുള്ളവേ ദൈവവും ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്നാൽ നീ മാത്രം പരിശുദ്ധനാണ്, വിശ്രൂഹാടേശുമിശിഹാ നീ മാത്രം കൃത്യമുള്ളവനുമാകുന്നു. ആമീൻ. കാലമൊക്കെയിലും നേരമൊക്കെയിലും ഞങ്ങൾ ജീവനോടിരിക്കുന്ന ദിവസങ്ങളൊക്കെയും നീക്കും വാഴ്ത്തപ്പെടുത്തിയുള്ള ഞങ്ങളുടെ പിതാക്കൾ സ്തുതിക്കുകയും ചെയ്യും. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ സർവശക്തിയാവേ, യോഗ്യമാകുന്ന മഹത്വനിക്കുവാകുന്ന സ്ഥലത്തിന്റെ ദൈവത്തിന്റെ പിതാവുമാനെ പോൽ ചേർച്ചയാകുന്നില്ല, ഇപ്പോഴും നീക്കം തന്നെയാം. മോറാൻ യേശുമിശിഹ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും ദൈവത്തിന്റെ ഏകപുത്രനും
പുസ്തകപ്പെട്ട മരിച്ചടക്കപ്പെട്ട മൂന്നാം ദിവസം സ്വർഗത്തിലേക്ക് കയറി. സകലത്തെ ജീവിപ്പിക്കുന്ന കർത്താവും പാപമോചനത്തിന് മാമോദീസ. ിലപ്പൻ കൃപ ചെയ്തതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ. ബോലെ ബോലെ ബിറോൽ റൂഹോ കാദേശോ. ശരണത്താലെ നിൻ കൃപയിൽ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചൻ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വീണ എന്നും അവൻ ജീവിപ്പാൻ അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും മൃതനിലെ കർണ പിൻവലിക്കരുത്. വിരുദ്ധ ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ഈ ദൈവികമായ തിരുവെടുപ്പ് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് വന്ന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവ് തന്റെ മഹാകരുണയാൽ നിങ്ങൾക്ക് കടങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശുമിശിഹാ നിങ്ങൾക്ക് ഉത്തരം വരുള്ളൂ. ഐശ്വര്യപൂർണ്ണമായ തന്റെ ശ്രീഭണ്ഡാരത്തിന് കർത്താവ് നിങ്ങളുടെ യാചനകൾക്ക് മറുപടി നൽകുകയും ചെയ്യും. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യ അവകാശമാക്കിക്കൊള്ളൂ എന്നുള്ളതായ ആ സന്തോഷം കേൾക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. നിങ്ങളുടെ പരേതരുടെയും തന്റെ ശരണത്തിന് ദുരാചരിക്കുന്നതായ മിശിഹായുടെ ദാസിയുടെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. ഈ ദാസിയെ കർത്താവ് തന്റെ വലതുഭാഗത്തെ വിളിച്ചു നിർത്തട്ടെ. ആദ്യം മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഈ ദാസിയുടെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവ് മറിയമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഭൗമിക സഭയിലും എല്ലാം സാധിക്കുമാറാകുകയും ചെയ്യട്ടെ. ആമേൻ. ദൈവം തന്റെ ശരണത്തിന് പ്രാർത്ഥിക്കുന്നതായ തന്റെ ദാസി ആരാധകമായവളെ കൃപയോടെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്മേലും ദൈവത്തിന്റെ കരുണ എന്നേക്കും രണ്ട് ലോകങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടവരെ, ശുശ്രൂഷ എല്ലാം പര്യവസാനിച്ചിരിക്കുകയാണ്. ഇതിന് തുടർന്നുള്ളതായ ക്രമീകരണങ്ങൾ നടത്തപ്പെടുകയാണ്. കടന്നു വന്ന എല്ലാവരോടുള്ളതായ നന്ദി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അറിയിക്കുന്നു. കൂടെ തന്നെ നമ്മുടെ സെന്റ് ജോർജ് നാനായപ്പള്ളിയുടെ വൈസ് പ്രസിഡന്റായിരിക്കുന്നതായ കുർളച്ചാൻ മൂല്യത്ര സ്ഥലത്തിൽ അദ്ദേഹം പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു. കുടുംബാംഗങ്ങളെ അദ്ദേഹത്തിന്റെ അനുശോചനം അറിയിക്കുകയും ചെയ്യണമെന്ന് അദ്ദേഹത്തിന് നമുക്കുള്ളതായ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇനിയും തുടർന്ന്